ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്രഷറുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ +1 ഫിസിക്സ് NCERT ടെക്സ്റ്റ് ബുക്കിലെ 9ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ 4 പ്രധാന പോയിന്റ്സുകളാണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ്, ആൻഡ് തേർഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് അബൌട്ട് ദി ഹുക്സ് ലോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പഠിച്ചു തുടങ്ങാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് റിജിഡ് ബോഡി, അതുപോലെ എന്താണ് റിജിഡിറ്റി എന്നുള്ളതാണ്. ഇത് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൽ വിശദമായി മനസ്സിലാക്കിയതാണ്. വാട്ട് വാസ് എ റിജിഡ് ബോഡി? ഇഫ് യു അപ്ലൈ an external deforming force to a body, it shows no deformation, then such a body is known as a rigid body, and this property is known as rigidity. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് 7ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. And an external deforming force is applied to a body, it shows no deformation. അതായത് ഇത്തരത്തിലൊരു ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ദൃഢത കാരണം അതിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഡീഫോർമേഷൻ വളരെ ചെറിയ തോതിലേ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത്തരം ബോഡിക്ക് പറയുന്ന പേരാണ് റിജിഡ് ബോഡി, ആൻഡ് ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റിജിഡിറ്റി. ഇത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ചില എക്സാമ്പിൾസ് ആണ്. ഡയമണ്ട്, കാർബറാണ്ടം, ഇതൊക്കെ തന്നെ റിജിഡ് ബോഡീസിന് ചില എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇലാസ്റ്റിക് ബോഡി ആൻഡ് ഇലാസ്റ്റിസിറ്റി. നേരത്തെ പോലെ തന്നെ ഇഫ് യു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് ടു എ ബോഡി, if it is not a rigid body, surely it shows a deformation. അതായത് റിജിഡ് ബോഡി അല്ലാത്തൊരു ബോഡി ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ഈ ഒരു ഫോഴ്സ് തരത്തിൽ അപ്ലൈ ആണെങ്കിൽ ഇവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നത് കാണുന്നത്, ഉള്ളിലേക്ക് ഡീഫോർമേഷൻ സംഭവിക്കും. ദെൻ ഇഫ് യു റിമൂവ് ദിസ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബോഡി അഗെയിൻ റീഗെയിൻസ് ഒറിജിനൽ ഷേപ്പ്. അതായത് ആ ഒറിജിനലായ അതിൻ്റെ ഷേപ്പ് അതേപോലെ തന്നെ ഈ തരത്തിൽ അറ്റൈൻ ചെയ്യുന്ന ആ പ്രോപ്പർട്ടി ആണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ ബോഡിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ബോഡീനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വെൻ an external deforming force acts on a body, the body gets deformed. ബോഡിക്ക് ഡിഫോർമേഷൻ സംഭവിക്കും. ബട്ട് ഓൺ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് the body regains its original shape. This type of body is known as elastic body, and its property is known as elasticity. Then എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി? അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അത് എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ എത്തുകയാണെങ്കിൽ അത്തരം ബോഡിക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. ദാറ്റ് ഈസ് ഓൺ ദി റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ക്വിക്കലി. വളരെ പെട്ടെന്ന് തന്നെ അത് ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത്തരം ബോഡിക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. അതിന് ചില എക്സാമ്പിൾസ് ആണ് ക്വാർട്സ്, ഫോസ്ഫർ, ബ്രോൺസ് തുടങ്ങിയവ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്ലാസ്റ്റിക് ബോഡി എന്ന് നോക്കാം. പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ ഇഫ് യു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് ടു എ ബോഡി, ഇറ്റ് ഗെറ്റ്സ് ഡിഫോംഡ്, ആൻഡ് ഓൺ ദ റിമൂവൽ ഓഫ് ദിസ് ഡിഫോമിംഗ് ഫോഴ്സ് ദ ബോഡി ഈസ് നോട്ട് റീഗെയിനിങ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അതായത് ബോഡി അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നില്ല. അത്തരം ബോഡിക്ക് പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡി, ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് ബോഡി? വെൻ ആൻ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി, ദ ബോഡി ഗെറ്റ്സ് ഡിഫോംഡ്, ബട്ട് വൈൽ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് ദ ബോഡി വിൽ നോട്ട് റീഗെയിൻ ഒറിജിനൽ ഷേപ്പ്, കോൾഡ് പ്ലാസ്റ്റിക് ബോഡി, ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി എന്തായിരിക്കും പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ദ ഫൈനൽ ഷേപ്പ് വിൽ നോട്ട് ചേഞ്ച് അറ്റ് ഓൾ. അതായത് ആ ഏത് സ്റ്റേറ്റിലാണ് ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു തരത്തിലുള്ള ചേഞ്ചും ഇല്ലാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി. ഈ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. നമുക്ക് ചുറ്റും കാണുന്ന ബോഡീസ് എന്ന് പറയുന്നത് ദേ ആർ ഇൻ ബിറ്റ്വീൻ ദ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആൻഡ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി. അതായത് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്കും അല്ലാത്ത ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന ബോഡീസാണ് നമുക്ക് ചുറ്റുപാടും ഉള്ളത്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡീസിന് ചില എക്സാമ്പിൾസ് ആണ്, അതിനോട് നിയർലി കോയിൻസൈഡ് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ് പുട്ടി, പാരഫിൻ വാക്സ്, മഡ് മുതലായവ. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡീസിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ,
അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ്. നമുക്കറിയാം സോളിഡ്സിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ്, ഈ തരത്തിലാണ് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ സോളിഡുള്ള മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർ ആറ്റോമിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ഈ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ഇടയ്ക്കായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ടിപ്പിക്കലായിട്ടുള്ള സോളിഡ് ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ തരത്തിൽ വരയ്ക്കാം. ഇതൊക്കെ തന്നെ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സ്പ്രിംഗ് ആയി കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർ ആറ്റോമിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സാണ്. അപ്പോൾ ദീസ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ക്യാൻ വൈബ്രേറ്റ് അബൌട്ട് ദ മീൻ പൊസിഷൻ. ഇതൊരു സ്പ്രിംഗ് ആയതുകൊണ്ട് ഒരു മീൻ പൊസിഷനെ ആസ്പദമാക്കിക്കൊണ്ട് ഇതിന് വൈബ്രേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? These atoms or molecules will vibrate. Okay, that is atoms or molecules vibrate about their mean position. When an external deforming force is applied, atoms or molecules are displaced from their mean position. അതായത് mean position നിന്ന് displace ചെയ്യപ്പെടും. Then this work done by this deforming force will be stored as potential energy. അതായത് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വർക്ക് ഡൺ ഉണ്ടാവുന്നു. ദാറ്റ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് elastic potential energy. Okay, then on the removal of this deforming force, നമ്മൾ ആ ഡിഫോമിംഗ് ഫോഴ്സ് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ then this stored potential energy will create a restoring force. ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടാവുകയാണ്. and this restoring force will bring the atoms or molecules back to the original position. അതായത് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ആറ്റംസ് ഓർ മോളിക്യൂൾസ് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. ആ നമ്മൾ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പൊട്ടൻഷ്യൽ എനർജി വിൽ ക്രിയേറ്റ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബ്രിങ് ദ മോളിക്യൂൾസ് ഓർ ആറ്റംസ് ബാക്ക് ടു ദർ ഒറിജിനൽ പൊസിഷൻ. ഇതാണ് ഇലാസ്റ്റിക് ബോഡിയിൽ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ ആൻ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദർ മീൻ പൊസിഷൻ. Then the work done by this external deforming force will be stored as potential energy. While removing this deforming force, അതാണ് ഡിഫോമിംഗ് ഫോഴ്സ് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ then stored potential energy will create a restoring force. ഡിഫോമിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുകയും which will drive the molecules to back to their original പൊസിഷൻ. ഇതാണ് ഇലാസ്റ്റിക് ബോഡിയിൽ സംഭവിക്കുന്നത്. പ്ലാസ്റ്റിക് ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിഫോമിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ആയിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈ ചെയ്യുന്ന വർക്ക് വിൽ അപ്പിയർ ആസ് എ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ആയിട്ടാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിഫോമിംഗ് ഫോഴ്സ് പ്ലാസ്റ്റിക് ബോഡിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല? ഒരു പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് മോളിക്യൂൾസ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നില്ല. അതാണ് പ്ലാസ്റ്റിക് ബോഡിയിൽ സംഭവിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ബോഡിയെ സംബന്ധിച്ചിട്ട് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല. ഇലാസ്റ്റിക് ബോഡിയിലാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോഡിയിലായതിനു വേണ്ടില്ല, ഇലാസ്റ്റിക് ബോഡീസ് ആയതിനു വേണ്ടില്ല, നമ്മൾ എക്സ്റ്റേണലായിട്ട് ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യപ്പെടുകയാണെങ്കിലാണ് മോളിക്യൂൾസ് തിരിച്ച് അല്ലെങ്കിൽ ആറ്റംസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരിക. അപ്പോൾ ഇലാസ്റ്റിക് ബോഡീസിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് അത് ചെയ്യുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയും ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി വിൽ ക്രിയേറ്റ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബ്രിങ് ദ മോളിക്യൂൾസ് ബാക്ക് ടു ദർ ഒറിജിനൽ പൊസിഷൻ. പക്ഷേ പ്ലാസ്റ്റിക് ബോഡീസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. ആ ഡിഫോമിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടല്ല സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അത് ഹീറ്റ് ലോസ് ആയിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഫലമായിട്ട് പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് മോളിക്യൂൾസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. അതാണ് പ്ലാസ്റ്റിക് ബോഡിയിൽ സംഭവിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. എന്താണ് നമുക്കത് വിശദമായിട്ട് നോക്കാം. നമ്മൾ ഒരു ബോഡി ഇവിടെ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ലെങ്ത്ത് എല്ലാണ്ട് തിരിക്കുന്നത്. നമ്മൾ ഒരു ഫോഴ്സ് ഈ രണ്ട് ഡയറക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നാച്ചുറലി ഇതിൻ്റെ ലെങ്ത്ത് കൂടും. കാരണം ഇതൊരു ഇലാസ്റ്റിക് ബോഡിയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ലെങ്ത്ത് കൂടുന്ന ഒരു അവസ്ഥയുണ്ടാവുക. കാരണം ഈ ഫോഴ്സ് രണ്ട് തരത്തിലും അപ്ലൈ ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ മാറിയ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണെങ്കിൽ അതിന് ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും.
നമുക്കറിയാം ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇപ്പോൾ എത്ര ഉണ്ടായിരുന്നു, ഇതിനെ വലിച്ചു നീട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഏരിയ ഓഫ് സെക്ഷൻ കുറയും, അതേസമയം അതിൻ്റെ ലെങ്ത്ത് കൂടും, അതായത് പാരാമീറ്റേഴ്സിന് വ്യത്യാസം വരും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏരിയ കുറയുകയും അതിൻ്റെ ലെങ്ത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ ന്യൂ ലെങ്ത്ത് എന്ന് പറയുന്നത് L+Δl ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഡയമെൻഷനാണ് വ്യത്യാസം വന്നത്, ദാറ്റ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം Δl ആണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്ന പുതിയ ലെങ്ത്ത്, അതായത് ഇൻക്രീസിങ് ലെങ്ത്ത്. ഒറിജിനൽ ലെങ്ത്ത് എന്ന് പറയുന്നത് L ആയിരുന്നു. അപ്പോൾ നമുക്കതിനെ സ്ട്രെയിൻ എന്നുള്ളത് ഇവിടെ ഇങ്ങനെ എഴുതാം, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഈസ് Δl ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് L. ഒറിജിനൽ ഡയമെൻഷനാണ് L. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത് ലെങ്ത് ആണ്, ഇത് ലെങ്ത് ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ലെങ്ത് ആയതുകൊണ്ട് സ്ട്രെയിനെ സംബന്ധിച്ച് ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് സിമിലർലി ഡയമെൻഷൻ ഈസ് ആൾസോ 0, കാരണം രണ്ട് ഭാഗത്തും ലെങ്ത് ആണ്. അപ്പോൾ നോ ഡയമെൻഷൻ. സോ ദാറ്റ് അബൌട്ട് ദി സ്ട്രെയിൻ. ഓക്കെ, നമുക്ക് എന്താണ് സ്ട്രെസ് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവുന്നു ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ട്രൈ ടു ബ്രിങ് ദ ബോഡി ടു ദ ഒറിജിനൽ പൊസിഷൻ. അതായത് മോളിക്യൂൾസിനെ അല്ല ആറ്റംസിനെ അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താവുന്നത് ബോഡിക്ക് അകത്താണ്. നമ്മൾ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് ബോഡിയുടെ മുകളിൽ കൊടുക്കുന്ന സമയത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡെവലപ്ഡ് വിത്തിൻ ദ ബോഡി. ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. അതായത് ആ ബോഡിക്കകത്ത് ഫോം ചെയ്യപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് സ്ട്രെസ്. Okay, so stress may be defined as restoring force per unit area. Force per area ആണ് restoring force per unit area നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് എഴുതി നോക്കാം, പോലെ യൂണിറ്റ് നോക്കാം. എന്തായിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ SI യൂണിറ്റ്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് പാസ്കൽ. P എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രാക്ടിക്കലായ യൂണിറ്റ്സ്, സ്ട്രെസ്സിൻ്റെ കേസിൽ ഉപയോഗിക്കുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കിലോ പാസ്കൽ എന്നും അല്ലെങ്കിൽ മെഗാ പാസ്കൽ, ഗഗാ പാസ്കൽ, ടെറാ പാസ്കൽ തുടങ്ങിയവയൊക്കെയാണ്. നമുക്കറിയാം കിലോ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കിലോ പാസ്കൽ. മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഗഗാ പാസ്കൽ പറഞ്ഞാൽ 10⁻9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ടെറ എന്ന് പറഞ്ഞാൽ 10⁻12 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഇലാസ്റ്റിക് ബോഡീസിൻ്റെ കേസിലാണ് നമുക്കിവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാൻ കഴിയുള്ളൂ. പ്ലാസ്റ്റിക് ബോഡീസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നില്ല, അവിടെ ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ടല്ല സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല. ബട്ട് ഇലാസ്റ്റിക് ബോഡീസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഓൺലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് ബോഡീസ്. പക്ഷേ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക് ബോഡി ആയാലും വേണ്ടില്ല, പ്ലാസ്റ്റിക് ബോഡി ആയാലും വേണ്ടില്ല, നമ്മൾ എക്സ്റ്റേണൽ ആയ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഡയമെൻഷൻ മാറ്റം വരും. ലെങ്ത്തോ ഏരിയ അല്ലെങ്കിൽ വോളിയം ഒക്കെ തന്നെ മാറ്റം വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് തന്നെയാലും ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യപ്പെടും. അതായത് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ബോഡീസ് ഇഫ് യു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് സ്ട്രെയിൻ ഈസ് ടുവർലി പ്രൊഡ്യൂസ്ഡ് ബട്ട് സ്ട്രെസ് ഈസ് ഓൺലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് ബോഡീസ് ബിക്കോസ് ഓൺലി ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡെവലപ്ഡ് ഇൻസൈഡ് ദി ഇലാസ്റ്റിക് ബോഡീസ് ഓൺലി. ഓക്കെ, ഇവിടെ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താം. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ദാറ്റ് ഈസ് mL(T⁻² ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ ദാറ്റ് ഈസ് ഏരിയ L² ആണ്. അപ്പോൾ നമുക്ക് കിട്ടും L² മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡയമെൻഷൻ L⁻⁻1 T⁻². So that is the dimension formula for stress, and in the case of strain it has no dimensional formula and its unit is also 0. That means there is no unit. Okay, അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ഹുക്സ് ലോ. എന്താണ് ഹുക്സ് ലോ എന്ന് നോക്കാം. നമുക്ക് സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ ഒരു ബോഡിയെ തിരിക്കുകയാണ്, അതിൻ്റെ ലെങ്ത്ത് എല്ലാണ്. നമ്മൾ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണ്, F എന്നുള്ള ഫോഴ്സ്. ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കഴിഞ്ഞു, അതിൻ്റെ
ബോഡിക്ക് അകത്തായിട്ട് എന്തുണ്ടാവും, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യപ്പെടും. അതായത് നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ലെങ്ത്ത് എൽ ആയിരുന്നു, അത് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും. അതായത് ഡയമെൻഷൻ വ്യത്യാസപ്പെടും, അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നുണ്ടാവും സ്ട്രെയിൻ ഉണ്ടാവും. അതായത് നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ടും അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. കൂടാതെ ഒരു ഇലാസ്റ്റിക് ബോഡിയിൽ നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്ട്രെസ്സും ഉണ്ടാകുന്നു. അതായത് ഡിഫോമിങ് ഫോഴ്സ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനിൻ്റെ അളവ് കൂടുന്നു. അതായത് ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ്റെ അളവ് അല്ലെങ്കിൽ ആ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ലെങ്ത്ത് കൂടുന്നതിൻ്റെ തോത് കൂടുകയാണ് ചെയ്യുന്നത് ഡിഫോമിങ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ റീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുക പറഞ്ഞാൽ അർത്ഥം എന്താണ്, സ്ട്രെസ് കൂടുകയാണ്. അതായത് നമ്മൾ എക്സ്റ്റേണലായ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ആൻ ഇലാസ്റ്റിക് ബോഡി ബോത്ത് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ് ആർ ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഒരു ലോ പ്രകാരം, റോബർട്ട് ഹുക്കാണ് ഈ ഹുക്സ് ലോ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്സ് stress is directly proportional to strain. For any type of elastic body, stress is directly proportional to strain. Stress strain directly proportional ആണ്. അത് രണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ഡിഫോമിംഗ് ഫോഴ്സ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് സ്ട്രെയിൻ കൂടുന്നു, അതോടൊപ്പം തന്നെ സ്ട്രെസ്സും കൂടുന്നു. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡിനെ തിരിച്ച് അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് എത്ര കണ്ട് കൊടുക്കുന്നു അത്രയും റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നു. അതായത് സ്ട്രെയിൻ എത്ര കണ്ട് കൂട്ടുന്നു അത്രയും സ്ട്രെസ്സും അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. നമ്മൾ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് ഇ ആണ്, ഇ ഇൻറ്റു സ്ട്രെയിൻ. ഈ ഇ എന്നുള്ള കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇ നല്ല ഡിഫൈൻ ചെയ്യുക, എങ്ങനെ ചെയ്യാം, ഇ ഇസ് ദ റേഷ്യോ ഓഫ് modulus of elasticity is the ratio of stress to strain or E is equal to stress by strain. അപ്പോൾ modulus of elasticity എന്ന് പറഞ്ഞാൽ it is the ratio of stress to strain. Stress by strain ആണ് E എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ കൂടുക എന്നാണ് അർത്ഥം. ഈയുടെ വാല്യൂ കൂടുക പറഞ്ഞാൽ അർത്ഥം എന്താ, സ്ട്രെസ് ഈസ് മോർ ആൻഡ് സ്ട്രെയിൻ ഈസ് ലെസ്. അതായത് സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുകയാണെന്ന സമയത്താണ് ഈ കൂടുന്നത്, അതുപോലെ സ്ട്രെയിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ഈ കൂടുക എന്ന് പറയാം. അതായത് ഈ കൂടുക പറഞ്ഞാൽ അർത്ഥം സ്ട്രെസ് കൂടുകയാണ്. സ്ട്രെസ് കൂടുക പറഞ്ഞാൽ അർത്ഥം എന്താണ്, ആ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ കൂടുതലാണ്. അതായത് എബിലിറ്റി ടു റിട്ടേൺ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ ഈസ് മോർ. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുന്ന ബോഡിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ കൂടുതലാണെന്ന് പറയാൻ കഴിയും. ഇപ്പോൾ റബ്ബർ, സ്റ്റീൽ അങ്ങനെ രണ്ട് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ റബ്ബറിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ കൂടുതലാണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ അളവ് കൂടുതലായിരിക്കും, ഡെൽറ്റ എൽ കൂടുതലായിരിക്കും. സ്ട്രെയിൻ കൂടിയാൽ അർത്ഥം എന്താണ്, ഈ ഈസ് ലെസ്. സ്ട്രെയിൻ കൂടുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കുറവാണ്. അതേസമയം സ്റ്റീലാണെങ്കിൽ അത് വളരെ ഹാർഡാണ്. സ്റ്റീലിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഈ ഈസ് മോർ. അതായത് സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ കൂടുതലാണ്. ഇലാസ്റ്റിക് ബിഹേവിയർ കൂടുതലാണ്. ഇലാസ്റ്റിക് ബിഹേവിയർ ഇസ് മോർ for steel compared to rubber. ഓക്കെ, ഇനി SI യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാണണമെങ്കിൽ നമുക്കറിയാം അതായത് റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സ്ട്രെയിനെ സംബന്ധിച്ച് യൂണിറ്റ് ഇല്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് ഈയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും ഈയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ml⁻⁻1 T⁻⁻2 ആയിരിക്കും. കാരണം സ്ട്രെയിനെ സംബന്ധിച്ച് ഡയമെൻഷൻ ഇല്ല എന്ന് പറയാൻ കഴിയും. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈയുടെ വാല്യൂ കൂടുക പറഞ്ഞാൽ അർത്ഥം ആ മെറ്റീരിയൽസിന് ഇലാസ്റ്റിക് ബിഹേവിയർ കൂടുതലാണ്. ഈയുടെ വാല്യൂ കുറയുക പറഞ്ഞാൽ അർത്ഥം അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ കുറവാണ്. ഈ കൂടുക പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് കൂടുതൽ. സ്ട്രെസ് കൂടുന്നു പറഞ്ഞാൽ അർത്ഥം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ അളവ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ കുറയുക പറഞ്ഞാൽ അർത്ഥം അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ അളവാണ് കൂടുതൽ. അതായത് ഈ കുറയുക പറഞ്ഞാൽ അർത്ഥം സ്ട്രെയിൻ കൂടുതലാണ്. അത് റബ്ബറിൻ്റെ കേസിലൊക്കെ നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ തോത് കൂടുതലാണ്. സ്ട്രെയിൻ കൂടുക പറഞ്ഞാൽ അർത്ഥം അവിടെ ഈയുടെ വാല്യൂ കുറവാണ്. അതേസമയം അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് കുറവാണെന്ന് പറയാൻ കഴിയും. ഓക്കെ, അതായത് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത് റബ്ബറിൻ്റെ കേസിൽ കുറവാണ്, അത് കൂടുതൽ കാണിക്കുന്നത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ഫാക്ടറാണ് ഹാമറിങ്. ഇലാസ്റ്റിക് ബോഡിനെ
അടുത്തിട്ട് ഹാമറി ആണെങ്കിൽ, അടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് മോളിക്യൂൾസ് ആർ കം ക്ലോസർ, അതായത് അകത്തുള്ള മോളിക്യൂൾസ് കൂടുതൽ അടുത്തേക്ക് വരുന്നു. മോളിക്യൂൾസ് ക്ലോസർ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്കുള്ള ഇന്റർ ആറ്റോമിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സിൻ്റെ തോത് കൂടുകയാണ് ചെയ്യുക. ഇന്റർ മോളിക്കുലർ ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്, അതായത് ആ മോളിക്യൂൾസ് തിരിച്ച് ആ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നതിനുള്ള കപ്പാസിറ്റി കൂടും. ദാറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ് കൂടുന്നു. റീസ്റ്റോറിങ് ഫോഴ്സ് കൂടിയാൽ അർത്ഥം അവിടെ സ്ട്രെസ് കൂടുന്നു. ഇഫ് സ്ട്രെസ് ഈസ് മോർ ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് മോർ, ഇ ഈസ് മോർ. അതാണ് സംഭവിക്കുന്നത് ഇൻ ദ കേസ് ഓഫ് ഹാമറിങ്. രണ്ടാമത്തെ ഒരു പ്രോസസ്സ് അനീലിംഗ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടാക്കുക, അതായത് ഹീറ്റ് ചെയ്യുക, അതിനുശേഷം സഡൻലി കൂൾ ചെയ്യുന്നതിന് പകരം വളരെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂൾ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. കാരണം മോളിക്യൂൾസ് ഇങ്ങനെ കൂൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അത് മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സഡൻലി അല്ല കൂൾ ചെയ്യുന്നത്, വളരെ സ്ലോയിലിയാണ് കൂൾ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഇന്റർ മോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർ ആറ്റോമിക് ഫോഴ്സിൻ്റെ തോത് കുറവായിരിക്കും. അതായത് മോളിക്യൂൾസ് ഇരിക്കുന്നത് കുറച്ച് അകന്നിട്ടാണ്. അപ്പോൾ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് കുറവാണ് പറഞ്ഞാൽ അർത്ഥം അവിടെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ അളവ് കുറവാണ്. ഇഫ് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ലെസ് ദെൻ സ്ട്രെസ് ഈസ് ലെസ്, ദെൻ ഇ ഈസ് ആൾസോ ലെസ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു പ്രോസസ്സായി ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. ഫോർ എക്സാമ്പിൾ കാർബൺ അയണിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയിൽ വേരിയേഷൻ വരുത്താൻ കഴിയും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഹാമർ ചെയ്തുകൊണ്ടും അതുപോലെ അനീലിംഗ് നടത്തിക്കൊണ്ടും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി വേരിയേഷൻ വരുത്താൻ കഴിയും. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഡിസ്കസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതായത് അവിടെ റിജിഡ് ബോഡി അതുപോലെ ഇലാസ്റ്റിക് ബോഡി കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ് എന്താണെന്ന് വിശദമാക്കി പറഞ്ഞു. ദെൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനെ കുറിച്ചും അവസാനം ഹുക്സ് ലോ എന്താണെന്ന് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ കുറിച്ചും ആ ഗ്രാഫിനെ കുറിച്ച് അതിൻ്റെ വേരിയേഷനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.